ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി സന്തോഷകരമായ ഒരു വാർത്ത കേട്ടല്ല ഇന്ന് എഴുന്നേറ്റത്. നമ്മുടെ റീൽസ് താരം ജുനൈദ് ഒരു ആക്സിഡൻറ്റിൽ കടന്നുപോയി എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ കേട്ടത്. ഒത്തിരി ദുഃഖം തോന്നിയിരുന്നു. അദ്ദേഹത്തെ ഒത്തിരി പരിചയമില്ല, അദ്ദേഹത്തിൻ്റെ റീൽസ് ഒത്തിരി കണ്ടിട്ടില്ല. എങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരോ കടന്നുപോയൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇറ്റ്സ് മീ കൈസ് എന്ന ചാനലിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ഇടുകയുണ്ടായി. അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഉണ്ടായ അമർഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ കണ്ടിരുന്നോ? ഒന്ന് കണ്ടു നോക്കൂ. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം ജോസഫ് എന്ന ഫിലിമിൽ ഒരു പാട്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നതാണിത്. പലരും ഡാൻസ് കളിക്കുന്നത് പല രീതിയിലാണ്, അദ്ദേഹത്തിൻ്റെ രീതി വേറെയായിരുന്നു. അത് കണ്ട് ഒത്തിരി പേര് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് ഒരു വ്യക്തി അദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നത്. ഒട്ടും 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 മനുഷ്യത്വം ഇല്ലായ്മയും ഒട്ടും ഉളുപ്പ് പോലും തോന്നാത്ത രീതിയിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കണം. എത്ര പേരാണ് അദ്ദേഹത്തെ ഈ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുന്നതെന്നറിയോ? അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ജീവനുള്ള ഒരാളെ പറയുന്നത് പോലെയല്ല അദ്ദേഹം മരിച്ചു കഴിയുമ്പോഴത്തേക്കും പറയുന്നത്. ഇപ്പം ഒരു മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ വരെ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒന്നില്ലെങ്കിൽ തൊപ്പി വെക്കാതെ പോകും, അല്ലെങ്കിൽ തൊപ്പി ഊരി വെക്കും. നമ്മൾ അതിനും റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ്. ആ റെസ്പെക്റ്റ് പോലും ഇല്ലാതെ മരിച്ച ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും കളിയാക്കുക, അദ്ദേഹത്തെ കുറ്റം പറയുക, അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് മീ ഗൈസ് ഇതിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒത്തിരി റീച്ച് കിട്ടും. ഒത്തിരി പേര് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒത്തിരി പേര് അല്ലെ വൈറലാക്കും എന്നുള്ള രീതിയിലായിരിക്കണം പുള്ളി ഇത് ചെയ്തത്. പക്ഷേ അത് ഇങ്ങനെ നാണം കെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കിയിട്ടോ അല്ല. അയാൾ കാണിക്കുന്ന ആ സ്റ്റെപ്പുകൾ കൈസ് കാണിക്കുമ്പോഴത്തേക്കും നല്ല വൃത്തികേടായിട്ടുണ്ട്. അദ്ദേഹം കാണിച്ചപ്പോഴത്തേക്കും മറ്റുള്ളവർ ചിരിക്കുകയെങ്കിലും ചെയ്തു, മറ്റുള്ളവർക്ക് കുറച്ച് പേർക്ക് സന്തോഷം ഉണ്ടായി. പക്ഷേ ഇത് അങ്ങനെ പോലും തോന്നുന്നില്ല. വളരെ ബോറായിട്ടുണ്ട്. ഒരു മരിച്ച ആളെ വെച്ചിട്ടല്ല റീച്ച് കൂട്ടേണ്ടതും ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ നടത്തില്ല. ദൈവം എന്നൊരാളുണ്ട്. ഇപ്പം കർമ്മ നമുക്ക് എല്ലാവർക്കും തിരിച്ചിട്ട് വരും. ഒരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളെ നാളെ കാണുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ എടുത്ത് കളിയാക്കാൻ എങ്ങനെ സാധിക്കണമെന്നാണ്. ഈ വീഡിയോയിൽ കണ്ടു നോക്കൂ നിങ്ങൾ. മാത്രം ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. അല്ലെ കണ്ട് സ്റ്റെപ്പ് കാണാപാടായി കളിച്ചോണ്ടാണ്. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യം നെഞ്ചോരം നീ മാത്രം. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ശരിക്കും പുള്ളിയെ കളിയാക്കുന്ന പോലെ. അത് എനിക്ക് മാത്രം തോന്നിയതാണോ? നിങ്ങളൊന്ന് അഭിപ്രായം പറയൂ. കാരണം പുള്ളി കളിച്ചത് പുള്ളി ആ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ചത് അത് ആ രീതിയിലാണോ ഈ കൈസ് കാണിക്കുന്നത്? ശരിക്കും അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിലല്ലേ? അദ്ദേഹം കടന്നുപോയി, മരിച്ചാൽ പോലും വെറുതെ വിടില്ല എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇതാണ് കറക്റ്റ് എക്സാമ്പിൾ, മരിച്ചാലും വെറുതെ വിടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? Please comment below. That's all for today. Thank you.